ചരിത്രം ആവർത്തിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. പലപ്പോഴും ഇത് സംഭവിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടി മണ്ഡലം ഉണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് വിജയിച്ചത് നമ്മുടെ KP ധനപാലനാണ്. കോൺഗ്രസ്സുകാരനാണ്, മര്യാദക്കാരനാണ്, ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്ന ആളല്ല. മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കും, പൊതുപരിപാടികളിലും പങ്കെടുക്കും, കുടുംബ പരിപാടികളിലും പങ്കെടുക്കും, അടിയന്തരത്തിനും ചാത്തത്തിനും കല്യാണത്തിനും ഒക്കെ ഓടിയെത്തും. ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അജാത ശത്രുവായ ഒരു കോൺഗ്രസ്സുകാരൻ. അങ്ങനെ 5 കൊല്ലം അദ്ദേഹം അവിടെ MP ആയിട്ട് പ്രവർത്തിച്ചു, 2009 തൊട്ട് 2014 വരെ. 2014 തെരഞ്ഞെടുപ്പിലും ധനപാലൻ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ചാലക്കുടിക്കാർ വിചാരിച്ചു. ചാലക്കുടിക്കാർ മാത്രമല്ല, ചാലക്കുടി മണ്ഡലത്തിലുള്ള എല്ലാ ആളുകളും വിചാരിച്ചു. അങ്ങ് കയ്പമംഗലം മുതൽക്ക് കുന്നത്തുനാട് വരെയുള്ള എല്ലാ ആളുകളും ധരിച്ചത് ധനപാലനായിരിക്കും സ്ഥാനാർത്ഥി. ധനപാലൻ മത്സരിച്ചാൽ 2009 അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒട്ടും മോശമല്ലാത്ത ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു. ധനപാലനും അങ്ങനെ തന്നെ വിചാരിച്ചു. അദ്ദേഹം അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത മണ്ഡലത്തിൽ MP ആയിരുന്ന PC ചാക്കോയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടായി. ഇത്തവണ ചാലക്കുടിയിൽ മത്സരിക്കണം. ചാലക്കുടിയിൽ മത്സരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ധനപാലനെ അവിടെ നിന്ന് മാറ്റണം. ധനപാലനെ അദ്ദേഹം തൃശ്ശൂർക്ക് മാറ്റാൻ താല്പര്യപ്പെട്ടു. കാരണം തൃശ്ശൂർ നിന്നാൽ ജയിക്കില്ല എന്നുള്ള കാര്യം ചാക്കോയ്ക്ക് നന്നായിട്ട് അറിയാം. ചാക്കോയ്ക്ക് ഭയങ്കര ജനപിന്തുണയാണ്. ചാക്കോ ഒരിക്കലും മത്സരിച്ച സീറ്റിൽ രണ്ടാമത് മത്സരിക്കുകയില്ല. കാരണം ഒരു തവണ ജയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അദ്ദേഹത്തിൻ്റെ തനി സ്വഭാവം മനസ്സിലാവും. അതുകൊണ്ട് അടുത്ത തവണ വേറെ മണ്ഡലത്തിൽ മത്സരിക്കും. അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ച മണ്ഡലം ചാലക്കുടിയായിരുന്നു. അപ്പോൾ പാവപ്പെട്ട ധനപാലൻ പറഞ്ഞു, അയ്യോ ഞാൻ ചാലക്കുടി തന്നെ മത്സരിച്ചോളാം. പക്ഷേ അത് ബോധ്യപ്പെട്ടില്ല. അന്ന് സോണിയാജിയുടെ ഭരണകാലമാണ്. സാമ്പത്തിക ശക്തിയും സാമുദായിക ശക്തിയും ഒക്കെ ചാക്കോയ്ക്കാണ് കൂടുതൽ. ധനപാലന് അങ്ങനെ പണവുമില്ല, പേരിൽ മാത്രമേ ഉള്ളൂ ധനം. മാത്രവുമല്ല സമുദായ പിന്തുണയുമില്ല. അങ്ങനെ ധനപാലനെ തൃശ്ശൂർക്ക് മാറ്റി. ചാക്കോ ചാലക്കുടിയിലൊന്ന് മത്സരിച്ചു. പിന്നെ എന്തുണ്ടായെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചാലക്കുടിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, ഗ്രൂപ്പ് ഭേദമന്യേ ചാക്കോയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പാക്കി. തൃശ്ശൂർ ചെന്ന ധനപാലനും അതേ ദുർവിധി തന്നെ ഉണ്ടായി. അവിടെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് വേലവെപ്പൊന്നും ഉണ്ടായില്ല. എങ്കിൽ പോലും ധനപാലൻ സാമാന്യം ഡീസൻ്റായിട്ട് തോറ്റു. അതോടെ ഇവരുടെ രണ്ടുപേരുടെയും പാർലമെൻ്ററി ജീവിതം അവസാനിച്ചു എന്നൊരു ചെറിയ അടിക്കുറിപ്പ് കൂടി ആകാം. ഇപ്പോൾ ഇതേ ദുർവിധി ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് TN പ്രതാപനാണ്. പ്രതാപൻ ചെറിയ ആളല്ല. അദ്ദേഹം അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, വിശുദ്ധ യൂദ തദേവൂസ് എന്ന് പറഞ്ഞൊരു ആളാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായ നാട്ടികയിൽ അവിടെയാണ് അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത്. കൃഷ്ണൻ കണിയാമ്പറമ്പിൽ ചെറിയ ആളല്ല, 3 തവണ നാട്ടികയിൽ നിന്ന് ജയിച്ച ആളാണ്, മന്ത്രിയായ ആളാണ്. കൃഷ്ണൻ കണിയാമ്പറമ്പിലിനെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലെത്തിയ ആളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പ്രതാപൻ്റെ വോട്ടർമാരിൽ നല്ലൊരു ഭാഗം മുസ്ലിങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് CPIക്കാർ അവിടെ ഫാത്തിമ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം വനിതയെ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് പോലും ഒരു വിശേഷം ഉണ്ടായില്ല. നമ്മുടെ പ്രതാപൻ തന്നെ പിന്നെ ജയിച്ചു. അടുത്ത തവണയായപ്പോഴത്തേക്ക് നാട്ടിക മണ്ഡലം സംവരണമായിട്ട് മാറി. ആ മണ്ഡലം തന്നെ പ്രതാപന് മത്സരിക്കാൻ പറ്റാത്ത അവസരമുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂർ ഒന്ന് മത്സരിച്ചു. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന പഴയ മാള മണ്ഡലമാണ്. മാളയുടെ പേര് മാറ്റി കൊടുങ്ങല്ലൂരാക്കിയതാണ്. ആ ലീഡറുടെ തട്ടകമായ മാളയിൽ വന്ന് മത്സരിച്ചു. പ്രതാപൻ പിന്നെയും ജയിച്ചു. അത്തവണ പ്രതാപനെ മന്ത്രിയാക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടി അത്രയും ഒരു ഹൃദയ വിശാലത കാണിച്ചില്ല. പ്രതാപൻ മന്ത്രിയായില്ല. അങ്ങനെ മൊത്തം 15 കൊല്ലം MLA ആയിരുന്ന ആളാണ് പ്രതാപൻ. അടുത്ത തവണ പ്രതാപൻ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ വേറൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥി മാന്യമായിട്ട് തോറ്റു. നാട്ടിക മണ്ഡലവും പ്രതാപം പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ കൈവിട്ടു. പ്രതാപം മത്സരിച്ചാൽ ജയിക്കും, വേറെ ആരും മത്സരിച്ചാലും ജയിക്കില്ല. അങ്ങനെ വലിയ പ്രതാപത്തിൽ നിൽക്കുന്ന പ്രതാപൻ കഴിഞ്ഞ തവണ ഈ CPIക്കാരുടെ കയ്യിലിരിക്കുന്ന തൃശ്ശൂർ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് അവിടെ നിയുക്തനായി. വലിയ മത്സരം നടത്തി പ്രതാപൻ ജയിച്ചു. പ്രതാപനെതിരായിട്ട് നിന്നത് മോശക്കാരൊന്നുമല്ല. CPIയുടെ രാജാജി മാറ്റുമായിരുന്നു ഒരു സ്ഥാനാർത്ഥി. അടുത്ത സ്ഥാനാർത്ഥി സിനിമാതരൻ സുരേഷ് ഗോപിയാണ്. അങ്ങനെ ഈ 2 പ്രബലരായ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് പ്രതാപൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോയി. പാർലമെൻറ്റിൽ പ്രതാപൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ അത് വലിയ ചോദ്യമാണ്. അദ്ദേഹം പലതവണ പ്രധാനമന്ത്രിയുടെ നേരെ കൈ ചൂണ്ടി ഒരുപക്ഷേ ഏറ്റവും അധികം തവണ സസ്പെൻഷൻ വാങ്ങിച്ച ഒരു മെമ്പർ കൂടിയായിരുന്നു പ്രതാപൻ. അങ്ങനെ ഫാസിസത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിയ അദ്ദേഹം ഇത്തവണ സുരേഷ് ഗോപി വീണ്ടും വരുന്നു.
സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി 2 തവണ വന്നു കഴിഞ്ഞു. ആദ്യം തൃശ്ശൂർ വന്ന് റോഡ് ഷോ നടത്തി, അത് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്തി, അത് കഴിഞ്ഞ് അവിടെ നിന്ന് തൃപ്രയാറിൽ പോയി അവിടെയും ദർശനം നടത്തി. ഈ പ്രതാപൻ്റെ ഒരു തട്ടകമാണ് തൃപ്രയാർ, അവിടെയും ദർശനം നടത്തി. അപ്പോൾ പ്രതാപൻ പറഞ്ഞു, ഇനി സുരേഷ് ഗോപി അല്ല നരേന്ദ്രമോദി തൃശ്ശൂർ മത്സരിച്ചാലും UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. പ്രതാപൻ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, എങ്കിലും UDF സ്ഥാനാർത്ഥിയെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അങ്ങനെ എല്ലാ സിറ്റിങ്സ് MP മാർക്കും സീറ്റുണ്ട് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതാപിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തൃശ്ശൂർ ചുമരെഴുതി, മണ്ഡലത്തിൻ്റെ നാനാഭാഗങ്ങളിലും മതിലുകളൊക്കെ വൈറ്റ് വാഷ് ചെയ്ത് പ്രതാപിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൻ്റെ പ്രതാപം തുടരാൻ TN പ്രതാപന് വോട്ട് ചെയ്യുക എന്നെഴുതി കൈപ്പറ്റി വരച്ചു. ഇതൊക്കെ ജില്ലായിട്ട് നടന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. അതിനും ഉപരി പ്രതാപൻ സ്നേഹ സന്ദേശ യാത്ര നടത്തി, അതും വലിയ വിജയമായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാർ പ്രതാപനെ കാണാനും പ്രസംഗം കേൾക്കാനായിട്ട് തടിച്ചുകൂടി. അതും വിജയിച്ചു. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നോമിനേഷൻ ഫില്ല് ചെയ്യുക, കൊടുക്കുക, മത്സരിക്കുക, ജയിക്കുക, ഡൽഹിക്ക് പോകാനായിട്ട് വിമാന ടിക്കറ്റ് എടുക്കുക, ഇത്രയും ജോലിയേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഈ 11-ാം മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ ഇതിലാണ് പ്രതാപൻ്റെ സീറ്റ് നഷ്ടപ്പെടുകയാണ്. അതിന് നിമിത്തമായത് പത്മജ വേണുഗോപാലാണ്. പ്രതാപൻ്റെ സ്നേഹ സന്ദേശ യാത്രയുടെ സമാപന ചടങ്ങിൽ വരെ പങ്കെടുത്ത പത്മജ രാഖി രാമാനം ഡൽഹിക്ക് പോവുകയും നേരം പുലർന്നപ്പോൾ BJP ഓഫീസിൽ ചെന്ന് അംഗത്വം സ്വീകരിച്ചു. അതിന് പ്രതാപന് യാതൊരു തെറ്റുമില്ല, പ്രതാപൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും കൊണ്ടുമല്ല പത്മജ പോയത് അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ കാരണത്താലാണ്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ വേണ്ട രീതിയിൽ പരിഗണന കിട്ടാത്തതുകൊണ്ടാണ്. എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, പത്മജ പോയി എൻ്റെ പേരിൽ പ്രതാപൻ്റെ സീറ്റ് നിഷേധിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല, അതിനൊരു സാങ്കത്യവുമില്ല. അപ്പോഴത്തേക്കും തൃശ്ശൂർ സീറ്റ് നിലനിർത്താൻ പ്രതാപൻ പോരാ, പ്രതാപനേക്കാൾ കടുപ്പക്കാരനായ ഒരാൾ വേണം എന്ന് ഹൈക്കമാൻഡിനും ലോ കമാൻഡിനും നോ കമാൻഡിനും ഒരുമിച്ച് തോന്നി. അവരെല്ലാവരും കൂടി ആലോചിച്ച് ഈ രാഖി രാമാനം വേറൊരു തീരുമാനം കൈക്കൊണ്ടു. അതെന്താണ്, തൃശ്ശൂർ മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിക്കട്ടെ. മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചാൽ അത് കാലുമാറിയ പത്മജയ്ക്ക് കനത്ത തിരിച്ചടിയാവും എന്നാണ് കോൺഗ്രസ്സുകാരുടെ അനുമാനം. ഇതൊക്കെ കോൺഗ്രസ്സുകാർ എങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണമെന്ന് നമുക്കറിയില്ല. മുരളീധരൻ വടകര നിന്നാൽ പുല്ല് പോലെ ജയിക്കും, പുഷ്പം പോലെ ജയിക്കും. ജയിച്ചതിന് ശേഷം ഒരു ലളിതഗാനം കൂടി പാടും. ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്, വടകരക്കാർക്ക് പ്രിയങ്കരനായ വ്യക്തിയാണ് മുരളീധരൻ. ആ മുരളീധരനോട് മുരളി തൃശ്ശൂർ പോയി മത്സരിക്കണം, തൃശ്ശൂർ മുരളി മത്സരിച്ചാൽ മാത്രമേ പത്മജ പോയതുകൊണ്ട് നമ്മുടെ പാർട്ടിക്കുണ്ടായ ക്ഷീണം തീരുകയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ മുരളീധരൻ എന്താ വല്ല ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ വല്ലതും വേണം, ഇത് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാരുടെ ക്ഷീണം മാറാനായിട്ട് എനിക്കറിഞ്ഞൂടാ. ഏതായാലും മുരളീധരൻ കെട്ടും കിടയുമായിട്ട് തൃശ്ശൂർക്ക് പുറപ്പെട്ടു. നേരത്തെ P ജയരാജനെ മലത്തിയടിച്ച് വടകര മണ്ഡലം പിടിച്ചെടുത്ത മുരളീധരൻ ഇനി സുരേഷ് ഗോപിയെയും നമ്മുടെ സുനിൽകുമാറിനെയും മലത്തി ഒറ്റയടിക്ക് തൃശ്ശൂർ തിരിച്ചു പിടിക്കാനുള്ള ഉദ്യമത്തിലാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. പാവം പ്രതാപൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ 3.5 ലക്ഷം പോസ്റ്റ് അടിപ്പിച്ചു. പ്രതാപൻ അങ്ങനെ വലിയ സമ്പന്നനൊന്നുമല്ല, ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം എപ്പോഴും പറയും, ഞാൻ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഉച്ചയ്ക്ക് പലപ്പോഴും പട്ടിണിയായിരുന്നു, അയൽപക്കത്തുള്ള മുസ്ലിം വീടുകളിൽ നിന്നാണ് ഞാൻ അത്താഴം കഴിച്ചിട്ടുള്ളത്, പലപ്പോഴും ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാനില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന കടലിൻ്റെ മകനായ മത്സ്യത്തൊഴിലാളിയുടെ മകനായ പാവപ്പെട്ട പ്രതാപനോട് ഇങ്ങനെ ഒരു ചതി ഹൈക്കമാൻഡ് ചെയ്ത് ഒരിക്കലും ശരിയായില്ല. അദ്ദേഹത്തിന് സീറ്റില്ല. എന്നിട്ട് വടകരയിൽ മത്സരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഷാഫി പറമ്പിലിനെ ഉന്തി തള്ളി വടകരയ്ക്ക് വിട്ടിരിക്കുകയാണ്. വടകര പിടിച്ച് തറവാടിൻ്റെ മാനം കാക്കണം, കടത്തനാടിൻ്റെ മണ്ണിൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക പാറിക്കാനുള്ള ഉത്തരവാദിത്തം ഷാഫി ഏൽപ്പിച്ചു. വടകരയിൽ വളരെ കംഫർട്ടബിളായിട്ട് നിന്നിരുന്ന മുരളീധരനെ ഇതാ തൃശ്ശൂർക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനം എടുക്കാൻ കോൺഗ്രസ്സുകാർക്കുള്ള കഴിവെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അത് PC ചാക്കോയെ ചാലക്കുടിക്ക് വിട്ടിട്ട് ചാലക്കുടിക്ക് കൊണ്ടുവന്നിട്ട് ധനപാലനെ തൃശ്ശൂർ കൊണ്ടുപോകാത്ത അതിബുദ്ധിയാണ്. ഇപ്പോൾ അത് തന്നെ വടകരയിലും തൃശ്ശൂരും ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ പരിണതി എന്തായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല, അതിപ്പോൾ നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നൊരു കാര്യമാണ് എന്ന് തോന്നുന്നു. ഏതായാലും പാവം പ്രതാപൻ പോസ്റ്റ് അടിപ്പിച്ചു, മതിലെഴുതി, അതെല്ലാം പോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവും എന്ന് ഉറച്ച് വിശ്വസിച്ച് കൊരട്ടിമുത്തിക്ക് പൂവങ്കോല കൊണ്ട് സമർപ്പിച്ചു. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതാണ്, അത്ഭുത പ്രവർത്തികയായ കൊരട്ടിമുത്തിക്ക് പൂവങ്കോല സമർപ്പിച്ചു. സർവാഭീഷ്ട വരദായിനിയായ കൊരട്ടിമുത്തി മാതാവാണ്. മാതാവിൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചു, പക്ഷേ മാതാവ്
പ്രതാപനെ കൈവിട്ടോ എന്നെനിക്കറിയില്ല. പ്രതാപിന് ചിലപ്പോൾ ഇതിനേക്കാൾ വലുത് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും സംഗതി അതിക്രമമായിപ്പോയി. ഈ ഹൈക്കമാൻഡ് ചെയ്ത കൊലപാതകത്തിന് നമ്മൾ കുരട്ടിമുത്തിയ കുറ്റം പറയുന്നതിൽ കഥയില്ല. എങ്കിൽ പോലും പാവം പ്രതാപൻ്റെ കണ്ണീര് തൃശ്ശൂർ റൗണ്ടിലും മണ്ഡലത്തിലും വീഴും എന്ന കാര്യത്തിലൊരു സംശയമില്ല. പ്രതാപൻ മുരളീധരന് വേണ്ടി മതിലെഴുന്ന രംഗം കണ്ടിട്ട് വന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ആർക്കും സഹിക്കാൻ പറ്റിയില്ല. ഹൃദയാലുക്കളായ ഓരോരുത്തരും ഇത് കണ്ട കരഞ്ഞു. ചങ്ങമ്പുഴ പറഞ്ഞല്ലേ, ഈ കഥനരസം കരകവിയും. കഥ പറയാം, പക്ഷേ കരളുരുകി കരയരുതെന്നാരും എന്നാണ് എനിക്ക് ആകെ പറയാനുള്ളത്. ഹൈക്കമാൻഡിൻ്റെ ഈ കൊലച്ചതി തൃശ്ശൂർ പേരൂരെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കെ മുരളീധരന് വിജയം ആശംസിക്കുന്നു. പ്രതാപന് വിശ്രമ ജീവിതവും ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.